രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. വേഗം കുളിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞാലേ ഭക്ഷണം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുളി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേഗം അടുക്കളയിൽ കയറി കഴിഞ്ഞപ്പോൾ അമ്മ നല്ല ഉണങ്ങലരിയൊക്കെ വെച്ചിട്ട് നല്ലൊരു ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കൂടെ ഇഷ്ടമായിരുന്നു കേട്ടോ. ഇത് മുത്തശ്ശിയാണ് കണ്ടുപിടിച്ചത് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം മുത്തശ്ശിയുടെ ഫേവറേറ്റ് ആണ് ഇഡലി ആൻഡ് ഇഷ്ടു. ഈ ഒരു കോമ്പിനേഷൻ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാർ കിട്ടുന്നേക്കാൾ കൂടുതൽ ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇഷ്ടവും ഇഡലി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ബാബുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു പറമ്പൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും കുട്ടും കൂടെ അങ്ങനെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കൊതുക് ഇവിടുന്ന് പോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കുത്തു കൊണ്ടു കേട്ടോ. കൊതുവിൻ്റെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങോട്ട് അടുക്കളയ്ക്ക് ഓടിയപ്പോൾ സന്തോഷത്തിനായിട്ട് അമ്മതാ എരിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നാളികേരൊക്കെ അങ്ങനെ വറുത്തിട്ടിട്ട് അപ്പോഴേക്കും എന്താ ബാബുട്ടൻ കൊതുവിനെ തുരത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ബാബുട്ടൻ എന്ത് ചെയ്തു കണ്ട വഴി കൊതുവിനെ ഓടിച്ചു. 2 ദിവസമായിട്ട് നല്ല മഴയായിട്ട് നാശം കൊതുവിനെയും കൊണ്ട് സഹി കെട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് വെറുതെ ഉറങ്ങിയ സമയം കളയണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ പാട്ട് പാടിയിരുന്നു. മനസ്സിൻ പീലിക്കടവിലെ താമര പെൺപൂവേ. ഫുൾ വീഡിയോ നമ്മുടെ സെക്കൻഡ് ചാനലിലുണ്ട്. മൈ സൂപ്പർ ഫാമിലി എന്നാണ് ചാനലിന്റെ പേര്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കൂട്ടോ. ഓക്കെ ബൈ.